സംഘപരിവാറിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി. ഇന്ത്യ ഒരു മതത്തിന്റെ മാത്രം രാഷ്ട്രമല്ല. ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കപ്പെടുകയാണെന്നും ഇത് സാംസ്കാരിക ഫാസിസമാണെന്നും പിണറായി വിജയൻ. ബുൾഡോസർ രാജ് വിവാദങ്ങൾക്കിടെ ശിവഗിരിയിൽ വേദി പങ്കിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. പോറ്റിയെക്കുറിച്ച് കൂടുതലറിയാൻ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും. അന്വേഷണത്തിൽ SITക്ക് ആശയക്കുഴപ്പം. സ്വർണ്ണക്കൊള്ളയുമായി ഡി മണിക്ക് ബന്ധമുണ്ടോ എന്നതിൽ തെളിവ് കണ്ടെത്താനായില്ല. ഇറിഡിയം തട്ടിപ്പിൽ ഡി മണിക്ക് പങ്കെന്ന് കണ്ടെത്തൽ. മറ്റത്തൂരിൽ പുതിയ അടവുമായി കോൺഗ്രസ് വിമതർ. ആവശ്യങ്ങൾ DCC അംഗീകരിച്ചാൽ രാജിവെക്കാമെന്ന് വിമതർ. DCC അധ്യക്ഷന് പിഴവുണ്ടായതായി വിമത നേതാവ് TN ചന്ദ്രൻ. രാജിവെക്കാത്തവരെ പുറത്താക്കിയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മുൻ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സമാന്തര DCC പ്രവർത്തിക്കുന്നുവെന്ന് കോൺഗ്രസ് വിമർശനം. പിന്തുണ നേരത്തെ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലെന്ന് BJP. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത്. മുടവൻ മുകളിലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ച് ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ. 2026 വരവേൽക്കാനൊരുങ്ങി ലോകം. വർണ്ണം വിസ്മയമൊരുക്കി പുതുവർഷത്തെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിൽ രാജ്യങ്ങൾ. ന്യൂ ഇയർ ആദ്യം എത്തുന്നത് പസഫിക് ദ്വീപായ കിരിബാത്തിയിൽ. സംസ്ഥാനത്ത് ഫോർട്ട് കൊച്ചി ഉൾപ്പെടെ ആഘോഷത്തിമിർപ്പിൽ. സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശം.